ഹായ് ഓൾ, ഇന്ന് നമുക്ക് മെറ്റാമാസ്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും അതിലൊരു വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അവിടെ സെർച്ച് ഐക്കണുള്ള സെർച്ച് ബാറിൽ നമ്മൾ മെറ്റാമാസ്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ മെറ്റാമാസ്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡായിട്ട് വന്നിട്ടുള്ള ഈ ഒരു കുറുക്കൻ്റെ ചിഹ്നമുള്ള ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അത് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് നമുക്ക് താഴെ കാണാൻ വേണ്ടി പറ്റും. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമ്പോർട്ട് യൂസിങ് സീക്രട്ട് ഫേസ് റിക്കവറി എന്നും കാണാം, ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നും കാണാം. നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുക. ഈ പേജ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം എഗ്രി കൊടുക്കുക. ഈ ഒരു പേജിൽ ഈ ഒരു കോളത്തിൽ നമ്മൾ ടിക്ക് ഇട്ടതിന് ശേഷം കംപ്ലീറ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. ഈ ഒരു മെറ്റാമാസ്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് ആവശ്യമുണ്ട്. സോ നമ്മൾ മറന്നു പോകാത്ത ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 8 അക്കെങ്കിലും ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം. പാസ്വേഡ് അടിച്ചതിന് ശേഷം ക്രിയേറ്റ് പാസ്വേഡ് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. അടുത്ത പേജിലും അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. നമുക്കിവിടെ ഇത് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റിസ്ക് കാര്യങ്ങൾ, ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പേജിൽ നമുക്ക് മെറ്റാമാസ്കിൻ്റെ മാനുവലാണ് തന്നിട്ടുള്ളത്, യൂസർ മാനുവൽ. ഇത് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിപ്പോൾ അടിച്ച പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ 12 അക്ക സീക്രട്ട് റിക്കവറി ഫേസ് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഒരു വ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സീക്രട്ട് റിക്കവറി ഫേസ് എവിടെയെങ്കിലും കൃത്യമായി എഴുതി വെക്കുക. കാരണം ഈ ഒരു റിക്കവറി ഫേസ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാകുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ക്രിപ്റ്റോ വാലറ്റിൽ എത്രയാണോ നമ്മൾ ക്രിപ്റ്റോ കറൻസീസ് ഹോൾഡിംഗ് ഉള്ളത്, വാല്യുബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു 12 അക്ക വേർഡ്സ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ കളയാനോ പാടില്ല. അപ്പോൾ വ്യക്തമായിട്ട് അതെന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സീക്രട്ട് റിക്കവറി ഫേസ് എഴുതി വെച്ചതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് കറക്റ്റ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സീക്രട്ട് റിക്കവറി ഫേസ് അടിച്ചു കൊടുക്കുക. പന്ത്രണ്ട് വേർഡ്സും കൃത്യമായ ഓർഡറിൽ അടിച്ചതിന് ശേഷം കംപ്ലീറ്റ് ബാക്കപ്പ് കൊടുക്കുക. കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേജിലേക്ക് വരും. ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഇവിടെ നോ താങ്ക്സ് കൊടുക്കുക. ഇവിടെയും നോ താങ്ക്സ് തന്നെ കൊടുക്കുക. ഇവിടെ ഗോട്ടിട്ട് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ബാക്ക് ചെയ്യാം. നമുക്കിവിടെ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റ് ഓപ്പൺ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു മെറ്റാമാസ്ക് വാലറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്രിപ്റ്റോസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ ഇനി ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം.